എന്നാൽ ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും എന്നെ അറിയുന്നവരാണ്. അവരുടെ പ്രാർത്ഥനയും സഹകരണവും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വന്ന ഉദ്ദേശം, ഞങ്ങൾ വന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടെ ജയമോൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേട്ട ഓരോ ദൈവപൈതലിനും അതൊരു ചലഞ്ചായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. എൻ്റെ പേര് വർഗീസ് അബ്രഹാം. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 49 വർഷമായി കർത്താവിൻ്റെ വേലയിലാണ്. കർത്താവ് ശുശ്രൂഷയെ ആദരിക്കുന്നു. 2 സഭകൾ അവിടെയുണ്ട്. എല്ലാം ഹിന്ദിക്കാരാണ്. 2 സഭയിലും 2 സഭകളുമുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ പരിസ്ഥിതി ഞങ്ങൾക്ക് അനുകൂലമല്ല. വളരെ വ്യത്യസ്തമായ ഒരു പരിസ്ഥിതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏത് സമയത്തും ശത്രുവിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആരാധന തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് അവിടെ ഉള്ളതെങ്കിലും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു, ശക്തീകരിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്നോടുകൂടെ ഒരു സഹോദരനും പ്രവർത്തിക്കുന്നുണ്ട്. ആ സഹോദരൻ്റെ പേര് ആശിഷ് സിംഗ് പരിഹാർ എന്നാണ്. ടാക്കൂർ ഭവനത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടിയവനാണ്. കർത്താവ് ഒരു അനുഗ്രഹീതമായ നിലയിൽ ആ ദൈവദാസനെ നടത്തുന്നു. വളരെ കൃപയുള്ള ഒരു ദൈവദാസനും കൂടെയാണ്. പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണം. 2 മിനിറ്റ് ഇത്രയും പറഞ്ഞത് അധികപ്പറ്റായി പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കണ്ണുനോക്കി. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും അധികം ദേശം അവകാശമാക്കി എടുക്കേണ്ടതുണ്ട്. മോശ മരിച്ചു. ദൈവം ഉത്തരവാദിത്വം യോശുവയെ ഏൽപ്പിച്ചു. ആ യോശുവയുടെയും കാലയളവ് തീരാൻ പോവുകയാണ്. അതാണ് 13-ാം വാക്യം പറയുന്നത്. വളരെ വ്യക്തമായി പറയുകയാണ്, അവൻ വൃദ്ധനായി തീർന്നിരിക്കുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം യോശുവോട് പറയാണ്, എന്താ? ഇനിയും അധികം സ്ഥലം എടുക്കാനുള്ളതാണ്. സത്യത്തില് ഈ സ്ഥലം എല്ലാം പിടിക്കേണ്ടത് ആരായിരുന്നു? യോശുവയ. എന്നാൽ ആ യോശുവോട് പറയാണ്, അല്ല യോശുവ, ഇനിയും അധികം സ്ഥലം പിടിക്കുവാനുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയുണ്ടായി, എത്ര ശ്രേഷ്ഠമേറിയ ഒരു ഭാരമാണ് സ്വർഗത്തിനുള്ളത്. സ്വർഗത്തിന് എത്രയോ വലിയ ഭാരമാണ്. എന്താ?
ഇനിയും അധികം സ്ഥലം പിടിച്ചെടുക്കേണ്ടതുണ്ട്. അത് ശത്രുവിന്റെ കയ്യിലാണ്, അന്യജാതിയുടെ കയ്യിലാണ്. എന്നാൽ ആ സ്ഥലം സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതാണ്. അതപ്പോഴേ ഈ പ്രോപ്പർട്ടി സ്വർഗത്തിൻ്റെതാണെന്നാ പറയുന്നത്. ഈ പ്രോപ്പർട്ടി സ്വർഗത്തിൻ്റെതാണ്. സ്വർഗം വളരെ വ്യക്തമായി അബ്രഹാമിനോട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തരും. യോശുവയോട് എന്താ പറഞ്ഞേ? അവിടെ അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയ? 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയാണ്, every place that the sole of your foot shall tread upon, that I have given unto you. വളരെ വ്യക്തമായി പറയുകയാണ്. എന്താ? നീ കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് തരും. അപ്പോഴ് യോശുവയ്ക്ക് കൊടുത്ത ഉത്തരവാദിത്വം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ഇത് അതിൻ്റെ ക്രമാനുസരണമായി പോണം. എന്നിട്ട് 13-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, പോരാ, എന്ത് ചെയ്യണം? അധികം സ്ഥലം കൂടെ പിടിച്ചെടുക്കണം. ഈ വലിയ ഉത്തരവാദിത്വമാണ്. മോശ കടന്നുപോയി, യോശുവ കടന്നുപോയി. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് കർത്താവ് പോകുന്നതിന് മുമ്പ്, സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. ഇന്ന് രാവിലെ ആ വാക്യാംശം വായിച്ചു. എങ്കിലും ഞാനൊരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പം ഇനിയും ദൈവമക്കള് അവകാശമാക്കേണ്ട സ്ഥലം, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം യോശുവയോട് പറഞ്ഞു, land to be possessed, ഇനി അധികം സ്ഥലം പിടിക്കണം. എന്നാൽ ഈ വിശ്വാസിയോട് ദൈവം പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. വായിച്ചാട്ട് സഹോദര. അപ്പൊ ഇപ്പൊ ഇനി എവിടെ എത്ര പിടിക്കണ്ടേ? യെരൂശലേം പിടിക്കണം, യഹൂദ പിടിക്കണം, പിന്നെ ശമരിയ പിടിക്കണം, പിന്നെ ഭൂമിയുടെ ഒരു ലിമിറ്റേഷനും ഇല്ല. അപ്പം സ്വർഗം യോശുവയോട് പറഞ്ഞു, നിനക്കിനി അധികം സ്ഥലം പിടിക്കാനുണ്ടായല്ല. എന്നാ വിശ്വാസിയോട് അവിടെ യോശുവയോട് പറഞ്ഞില്ല, ലോകത്തിന്റെ അറ്റം വരെ പിടിച്ചോളാൻ, അങ്ങനല്ല പറഞ്ഞത്. എന്നാ വിശ്വാസിയോട് പറഞ്ഞത് എങ്ങനാ? ലോകത്തിന്റെ അറ്റം വരെ. ഇതാ നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ പത്തനംതിട്ടയുടെ എല്ലാ ബംഗ്ലാവിലും ഒക്കെ ഇരുന്ന് വളരെയധികം സുഖം അനുഭവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളെ ഒന്നും കുറ്റമൊന്നും പറയുന്നില്ല. നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ വളരെയധികം ശാന്തമായിട്ട് പോവുകയാണ്. എനിക്ക് പണമുണ്ട്, എനിക്ക് താമസിക്കുവാൻ വീടുണ്ട്, എനിക്കൊരു നല്ല ഭവനമുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നു. എന്താ? ലോകത്തിൻ്റെ അറ്റത്തോളം പോണം. ദിസ് ഈസ് യുവർ ഒബ്ലിഗേഷൻ.
ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ കടപ്പാടാണ്. നമുക്ക് ഈ കടപ്പാടിൽ നിന്ന് പുറത്തു പോകാന് സാധിക്കില്ല. അപ്പോൾ യോശുവ ഈ അനുഗ്രഹീതമായ വാക്ക് 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ, 1:8 പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരെയാണെന്ന് പറയുന്നത്? ആരെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞാട്ടെ നിങ്ങളുടെ മേൽ വരുമ്പോ. അപ്പൊ ആരെയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നേ? ഞാൻ ആദ്യം പറയാം, ഒരു ദൈവ പൈതലിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. ആ പരിശുദ്ധാത്മാവിനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും എന്തായി തീർന്നത്? ദൈവ മക്കൾ അല്ലെങ്കിൽ ദൈവ പൈതലായിട്ട്. അപ്പം ഈ ഉത്തരവാദിത്വം ആരുടേതാ? ഉപദേശിയുടെയാണ്. ഞാൻ ഈ വാക്യത്തിൻ്റെ കാര്യം മാത്രം പറയുക, ഉപദേശിയുടെയാണോ? നോ, അങ്ങനല്ല വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ വേറൊരു ആശയം കൂടെ തീർച്ചയായിട്ടും കൊണ്ടുതരും. ഓരോ ദൈവപൈതലിൻ്റെയും കർത്താവ് നിന്നെ റോമാലേഖനം 8:14, 15, 16, ഗലാത്യ ലേഖനം 4:6 അടിസ്ഥാനത്തിൽ സ്വർഗത്തിൻ്റെ ആത്മാവ് നിനക്ക് തന്നപ്പോഴാണ് നീ ആരായി തീർന്നത്? ദൈവ പൈതലായി തീർന്നു. ആ ദൈവ പൈതലിന് ദൈവം കൊടുത്ത ഉത്തരവാദിത്വമാണ് എന്ത്? സുവിശേഷം. യു കനോട്ട് എസ്കേപ്പ്. അത് ഉപദേശി ചെയ്യട്ടെ. അനേക വിശ്വാസികളുടെയും പ്രവണത ഇതാ. അനേക വിശ്വാസികൾ പറയുന്ന ഇതാ, ദാറ്റ് ഈസ് നോട്ട് മൈ ജോബ്. എൻ്റെ ജോബല്ല. അത് ആരുടെയാ? ഉപദേശിയുടെയാ. എന്നാൽ ഞാനിങ്ങനെ പറയും, ഇത് ഉപദേശിയുടെ ജോലി. ആ ദൈവം അവനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ. ഇത് ഓരോ ദൈവ പൈതലിൻ്റെയും ആണ്. രണ്ടാമത്തെ ആശയം ഞാൻ അവിടെ പറയാം. രണ്ടാമത്തെ ആശയം എന്താ? ഇത് സഭയുടെ ചുമതലയാണ്. അല്ലേ? ആണോ? ഇത് സഭയുടെ ചുമതലയുടെയാണ്. ഒരു ദൈവപൈതലിൻ്റെ ചുമതലയാണ്. 2, ഇത് സഭയുടെ ചുമതലയാണ്. ദൈവം സഭയെ മുഖാന്തരമാണ് സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ചാനൽ. അതാണ് ദൈവം വെച്ചിരിക്കുന്ന ചാനൽ. ആ ചാനൽ വിട്ടുപോകരുത്. അപ്പോൾ ആ ഒറ്റ വാക്കിൽ നിന്ന് 2 കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വമാണ്. 2, സഭയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്? പിന്നീട് അവിടെ പറയുന്നത് വിറ്റ്നസ്സാണ്. എന്ത്? നിങ്ങൾ സാക്ഷികളാകണം. അപ്പം പരിശുദ്ധാത്മാവാണ് നമ്മെ ഉത്തേജിപ്പിക്കുന്നതും നമ്മെ ചെയ്യിപ്പിക്കുന്നതും നമ്മെ ശക്തീകരിക്കുന്നതും നമ്മെ ഈ ക്രിയയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആരാ? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മോടോട് ആവശ്യപ്പെടുന്നത് വിറ്റ്നസ്. ഞാൻ പല സഹോദരി സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം നിങ്ങൾക്ക് ഈ സുവിശേഷം ശരിയായിട്ട് പറയാൻ അറിയത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സാക്ഷ്യം അങ്ങ് പറഞ്ഞാൽ മതി. അത് മതി. കൂടുതലൊന്നും പറയണ്ട, അത്രയും അങ്ങ് പറഞ്ഞാൽ മതി. നീ കാണുന്ന വ്യക്തി
നിന്റെ അയലോകക്കാരൻ നീ ഒരു പക്ഷെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയോട് നിന്റെ സാക്ഷ്യം പറയണം. കർത്താവ് നിന്റെ പാപത്തെ എങ്ങനെ ക്ഷമിച്ചു. ആ സാക്ഷ്യം മതി. പൗലോസിന്റെ ഭാഷയിൽ എന്താ പറയണ്ടേ? വേറൊരു സാക്ഷ്യത്തെ, അതാണ് അതിൻ്റെ ശരിയായ പോക്ക്. അപ്പോൾ ആ വിറ്റ്നസ്സിന് ഇന്ന് രാവിലെയും ഓർപ്പിച്ച ആ വാക്ക് എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. ഈ വിറ്റ്നസ്സിൽ അതിനൊരു പ്രത്യേക ഗുണമുണ്ട്. ആ വിറ്റ്നസ്സിന് പൗലോസ് 13-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ താനൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ യെരൂശലേം, എനിക്ക് തോന്നുന്നു 21:13 ഞാൻ യെരൂശലേമിലേക്ക് പോകുവാൻ മാത്രമല്ല എന്ത് ചെയ്യാനാ? എന്താ പറഞ്ഞേ പൗലോസ്? ഞാൻ വിറ്റ്നസിൻ്റെ കാര്യമായി സംസാരിക്കുന്ന രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ ആ ശബ്ദമാണ് സംസാരിക്കുന്നത്. ഞാൻ യെരൂശലേമിലേക്ക് പോകുവാൻ മാത്രമല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനും കൂടെ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവനെയും കൊടുക്കുവാൻ. ഹല്ലേലൂയ! എത്ര മനോഹരമായ ശബ്ദം! വിറ്റ്നസിൻ്റെ ഒരു ഗ്രാവിറ്റി. The gravity of that witness. ഞാൻ യെരൂശലേമിലേക്ക് പോകുവാൻ മാത്രമല്ല, എന്തിനുകൂടെ ഞാൻ തയ്യാറാ? എൻ്റെ ജീവനെ പോലും കൊടുക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു. പൗലോസ് ഒറ്റ കാര്യത്തിനെ കരഞ്ഞുള്ളൂ. പണമില്ലാത്തതിനല്ല, വിശ്വാസികളെ സ്നേഹിച്ചില്ലെന്നും പറഞ്ഞല്ല, വിശ്വാസികൾ എന്നെ വന്ന് കണ്ടില്ലെന്നും പറഞ്ഞല്ല, എനിക്ക് പാർപ്പിടമില്ല എന്ന് പറഞ്ഞല്ല, എന്നെ ആരും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞല്ല. എന്തിനാ പൗലോസ് കരഞ്ഞേ? 2 കൊരിന്ത്യർ 9:16 കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തിനാ പൗലോസ് കരഞ്ഞത്? അയ്യോ കഷ്ടം! സ്വർഗത്തിലെ ദൈവം ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ യെശയ്യാവിന് സമ്പൂർണമായ ദർശനം കൊടുത്തപ്പോൾ ആ ദർശനത്തിന്റെ മുൻപിൽ യെശയ്യാവ് ആ വാക്ക് തന്നെ ഉപയോഗിച്ചു, അയ്യോ കഷ്ടം. ഹോശേയാവ് ഇസ്രായേലിന്റെ പാപം കണ്ടപ്പോൾ താൻ അലറി, അയ്യോ കഷ്ടം. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായ വിഷയമുണ്ട്. ഈ സുവിശേഷത്തിന് വേണ്ടി പൗലോസ് കരഞ്ഞു. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓരോരുത്തരോടും ചോദിക്കുക, നിങ്ങൾ എത്ര പ്രാവശ്യം ഇതിനു വേണ്ടി കരഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ അയലോകക്കാരൻ, നിങ്ങൾ റോഡിൽ കൂടി നടക്കുമ്പോൾ എത്രയോ അവിശ്വാസികളാണ്, ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല, എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്? അതൊക്കെ അങ്ങനെ പോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ട്? ഇതൊരു വലിയ ചോദ്യമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വാക്ക് വിറ്റ്നസ് എന്നുള്ളതാണ് കേട്ടോ. ആ വാക്കിൻ്റെ ഗൗരവം എത്രമാത്രമെന്ന് ഓർക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ തല വെച്ചു കൊടുക്കുവാനും സമ്മതമായിരിക്കുന്നു. നമ്മൾ സുവിശേഷത്തിന് വേണ്ടി എത്രത്തോളം കൊടുത്തിട്ടുണ്ട്? ഞാൻ പണം കൊടുക്കുന്ന വിഷയം മാത്രമല്ല ഇവിടെ സംസാരിച്ചത്. നിൻ്റെ ശരീരം, നിൻ്റെ യജ്ഞം, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം ഈ സുവിശേഷത്തിന് വേണ്ടി നീ കൊടുത്തിട്ടുണ്ടോ? Brother, today the Lord may come
ഇന്ന് കർത്താവ് ചിലപ്പോൾ വരും. അല്ല, വരത്തില്ലെന്ന് ആരെങ്കിലും പറയാൻ ഒക്കുമോ? വരത്തില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ഹി വിൽ കം. കർത്താവ് വരും. ആ സമയത്ത് ഞാനും നിങ്ങളും എത്ര ലജ്ജിതരായിത്തീരും. How we are going to be ashamed before him. നാം എത്രത്തോളം ലജ്ജിതരായിത്തീരും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ അംഗീകാരം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നാം ചെയ്യേണ്ട പ്രക്രിയയാണ് ഞാൻ രണ്ടാമത് ഓർപ്പിച്ചത്. സാക്ഷികൾ ആകണം. മൂന്നാമത്തെ കാര്യം അവിടെ എന്താ പറയുന്നത്? പിന്നീട് പറയുന്നത് ഒരു വേൾഡ് വൈഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ മുഴുവനായിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം നിനക്ക് തരികയാണ്. അല്ലേ? അതല്ലേ വാക്ക് അവിടെ പറയുന്നത്. ഞാൻ വിചാരിച്ചു ഈ യെരുശലേമിലല്ലേ ഈ സംസാരം ഉണ്ടാകുന്നത്, അപ്പം യെരുശലേം കൊണ്ട് കാര്യം നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെന്നാ പറഞ്ഞേ? അല്ല, ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. സുവിശേഷം യഹൂദനിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ആദ്യം യഹൂദൻ എന്നുള്ള വാക്ക് റോമാലേഖനം പറയുന്നെങ്കിലും സുവിശേഷം സർവ്വജാതിക്കും വേണ്ടിയുള്ള. അപ്പം ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട്? ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലുള്ളവർ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിലോ പഠനത്തോടുള്ള ബന്ധത്തിലോ വെളിയ രാജ്യങ്ങളിലോ വെളിയ സ്ഥലങ്ങളിലോ ഒക്കെ പോയി കഴിയുമ്പോൾ അവരൊരു വാക്ക് പെട്ടെന്ന് പറയും. എന്താ പറയുന്നറിയാമോ? ഇവിടെ നമ്മുടെ ആരാധന ഇല്ല. അവിടം കൊണ്ട് തീരും അവൻ്റെ ആരാധനയും, അല്ലെ അവളുടെ ആരാധനയും അവിടെ കൊണ്ട് തീരും. എല്ലാം അവിടെ കൊണ്ട് തീരും. സോറി ബ്രദർ, ഒരു ചെറിയ കാര്യമായി ഞാൻ പറഞ്ഞ ആരാധനയെ സംബന്ധിച്ച് അത്രത്തോളം താണ നിലവാരമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ എത്രത്തോളം ഉണ്ട്? ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ എത്രത്തോളമുണ്ട്? എത്രത്തോളം ഗ്രാവിറ്റി അവർക്കുണ്ട്? എത്രത്തോളം ആഴമായി അവർ ചിന്തിച്ചിട്ടുണ്ട്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ വ്യക്തമായി സംസാരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഓർക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഒന്ന്, പരിശുദ്ധാത്മാവ് അതെന്ന് പറഞ്ഞാൽ ഒരു ദൈവവചനം ദൈവം കൊടുത്തിട്ടുണ്ട്. പിന്നീട് അപ്പോൾ സാക്ഷികളാകണം. മൂന്നാമത് ഒരു വലിയ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉത്തരവാദിത്വം. അതിന് ഉത്തരവാദിത്വത്തിൻ്റെ കാര്യം എന്താ? അത് ഒരു ഉത്തരവാദിത്വമായി തീർന്നത്. പൗലോസ് 3 പദപ്രയോഗങ്ങളാണ് ഉപയോഗിക്കുന്നത് റോമാലേഖനത്തിൽ. അറിയാമല്ലോ, റോമാലേഖനം 1:14, 15, 16 വാക്യത്തിൽ 3 പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് പറയാണ്, ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി എന്തായിരിക്കുന്നു? കടക്കാരൻ. എന്താ ഈ ഒബ്ലിഗേഷൻ വന്നത്? ഉത്തരവാദിത്വം വന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കടമുണ്ടെങ്കിൽ ഉറക്കം ബാക്കി ഞാൻ പൂരിപ്പിച്ചോ, ഉറക്കം നഷ്ടപ്പെടും. എപ്പോഴാണ് കടക്കാരൻ വന്ന് ഈ വാതിലിൽ മുട്ടും? പലപ്പോഴും ഈ കടക്കാരൻ വന്ന് വാതിൽ മുട്ടുമ്പോൾ ഭാര്യയാണ് പറഞ്ഞു വിടുന്നത്, അല്ല മക്കളെ അപ്പൻ ഇവിടെ ഇല്ലെന്ന് പറയും. അങ്ങനെ രക്ഷപ്പെടുന്നത്. ഇവിടെ ഈ കാര്യത്തിൽ ഇന്ന് ഒരു രക്ഷയില്ല. പൗലോസ് പറയാണ്, ഞാൻ ഈ സുവിശേഷത്തിന് കടക്കാരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമായ ഒരു കാര്യമാണ്. കർത്താവ് യോശുവയോട് പറഞ്ഞു, yet land to be possessed.
അനേക സ്ഥലങ്ങൾ ഇനി പിടിക്കുവാനുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്ന UP എത്ര ഡിസ്ട്രിക്റ്റാണെന്നറിയാമോ? അറിയാമോ? അറിയില്ല. 75 ഡിസ്ട്രിക്റ്റാണ്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്ന UP 75 ഡിസ്ട്രിക്റ്റാണ്. ആ UP രണ്ടായിട്ട് തിരിച്ച് ഒന്ന് ഉത്തരാഖണ്ഡായി. എന്നാൽ ഈ UP 75 ഡിസ്ട്രിക്റ്റാണ്. അതിൽ നമ്മുടെ വേല നടക്കുന്നത് 48 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഉള്ളൂ. ഈ 48 ഡിസ്ട്രിക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോണിലാണ് ഒരു ആൾ പോയി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്രയോ ഭീമമായ കടവാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആയിരങ്ങൾ 10,000 ഗ്രാമങ്ങൾ, തഹസീല്, പിന്നെ ഓരോ ബ്ലോക്കുകൾ. ഇതിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കടം എന്ത് വലുതാണ്. ഹൗ മച്ച് ബേർഡൻ വി ഹാവ്. എത്രത്തോളം നമ്മുടെ കടം നമ്മുടെ മേൽ നിൽക്കുന്നു. പൗലോസ് പറയാണ്, ഞാൻ ഈ സുവിശേഷത്തിൻ്റെ കടക്കാരനാണ്. രണ്ടാമത് താൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞാൻ ലജ്ജിക്കുന്നില്ല. I am not ashamed. ഞാൻ ലജ്ജിക്കുന്നില്ല. 3, ഞാൻ ഇതിനു വേണ്ടി തയ്യാറായിരിക്കുന്നു. എനിക്ക് ആ 3 വാക്യാംശങ്ങളും വിവരിപ്പാൻ വളരെ ആഗ്രഹമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഞായറാഴ്ച വന്ന് കർത്തൃമേശ പങ്കുകൊണ്ട് തിരിച്ചു പോവുക, അടുത്ത ഞായറാഴ്ച കടന്നു വരിക എന്നുള്ള മാത്രം സംതൃപ്തിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ വ്യക്തമായി ഞാനൊരു കാര്യം പറയാം. നമ്മൾ കടക്കാരാണ്. We are debtors. നമ്മൾ കടക്കാരാണ്. ആ കടം തീർത്തില്ലെങ്കിൽ നമ്മൾ ലജ്ജിക്കപ്പെടും. നമ്മൾ ആ വലിയ ചിന്തയോടുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 പ്രധാന കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നത്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. അവിടെ എന്താ കാണുന്നത്? കർത്താവ് പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് യോശുവയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ദാസനായ മോശ മരിച്ചു, അതുകൊണ്ട് നീ യോർദാനിലേക്ക് പോകണം. യോർദാനിൽ പോയി നിൽക്കുക മാത്രമല്ല, ആ യോർദാനിൽ ഒരു കാര്യം ചെയ്യണം. അതെല്ലാം നമുക്ക് ഒരു ഡീപ്പ് സ്റ്റഡിയാണ്. എന്നാൽ അവിടെ ഗിൽഗാലിൽ ചെല്ലണം. ഗിൽഗാലിൽ ഞാൻ നിന്നെ പരിച്ഛേദന ചെയ്യും. സുവിശേഷത്തിന് ആവശ്യമായ ഒരു ഗൗരവമായ വിഷയം, സാക്ഷ്യത്തിന് ആവശ്യമായ ഗൗരവമായ വിഷയം, we have to bring our bodies under subjection. പരിച്ഛേദന ആവശ്യമുണ്ട്. ഈ വലിയ ക്യാപ്ചറിങ് നടത്താൻ പോവാ യോശുവ. ഈ യോശുവ നടത്താൻ പോകുന്നതിന് മുമ്പ്, ഈ കനാൻ ദേശത്തിലേക്ക് കാലുവെക്കുന്നതിന് മുമ്പ് ഗിൽഗാലിൽ ഒരു മനോഹരമായ കാര്യം. എന്ത്? കട്ടിങ് ഓഫ് ഫ്ലഷ്. അവിടെ മാംസത്തെ മുറിച്ച് കളയുന്നു. ഇന്ന് സുവിശേഷം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സഭയുടെ സാക്ഷ്യക്കുറവ്, ഭവനത്തിൻ്റെ സാക്ഷ്യക്കുറവ്, വ്യക്തിയുടെ സാക്ഷ്യക്കുറവ്. ഞാനീ പറയുന്ന വിഷയങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കുകയില്ലായിരിക്കും, പക്ഷേ ഇതാണ് സംഭവം. ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് യോശുവയോട് പറയാണ്, നീ ആ യോർദാനിലേക്ക് പോകുമ്പോൾ, യോർദാനിൽ കടന്നു കഴിയുമ്പോൾ ഗിൽഗാലിൽ നീ നിൻ്റെ ശരീരത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചേൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ
കനാൻ ദേശം നിനക്ക് പിടിക്കാൻ പറ്റും. അത് വളരെ ആവശ്യമായ കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സുവിശേഷത്തിന് വളരെ ആക്കം കൊടുക്കുന്ന ഒരു വിഷയമാണ് പേഴ്സണൽ ടെസ്റ്റിമണി, ചർച്ച് ടെസ്റ്റിമണി, ഫാമിലി ടെസ്റ്റിമണി. സുവിശേഷം അല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ബ്രദറൻ സമൂഹം. അത് തീർത്തും ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നോട് പിണങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ല. വളരെ ആവശ്യമുണ്ട്. വീണ്ടും അവിടെ എന്താ പറഞ്ഞേ? അവിടെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്താ കർത്താവ് അവരോട് പറയുന്നത്? ഞാൻ ആ വാക്ക് ഓൾ ദീസ് പീപ്പിൾ unto the land which I do give to them, even to the children of Israel. എത്ര മനോഹരമായ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാര്യം നീ ചെയ്തുകൊണ്ട് ആത്മഭാരത്തോടുകൂടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ ചെയ്യുവാൻ പോകുമ്പോൾ നിനക്ക് എന്ത് തരുമെന്നാ പറഞ്ഞേ? ഇതെല്ലാം തരും. ബ്രദർ, if we have failed, നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പരാജയമല്ല, എൻ്റെയും നിങ്ങളുടെയും പരാജയം. നമ്മളെ കുഞ്ഞുങ്ങൾ എന്ത് പണം ചോദിച്ചാലും കൊടുക്കും, അല്ലേ? ഇവൻ പോയി കാണിക്കുന്ന തോന്നിവാസത്തിന് ഒരതിരുമില്ല. പിന്നെ അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുഞ്ഞുങ്ങൾക്ക് ഈ വചനം ഒന്ന് കൊടുത്തേ. രാവിലെയും വൈകിട്ട് ഇതങ്ങോട്ട് കൊടുക്കുക. ഞങ്ങളുടെ ഹിന്ദി ഭാഷയിൽ പറയും ഖുറാക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു പൊതി തരുമല്ലോ, അത് ആ പൊതി രാവിലെയും വൈകിട്ടും ഒന്ന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ സുവിശേഷഭാരമുള്ളവരായിത്തീരും. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീയും അനുഗ്രഹിക്കപ്പെടും. ആ വാക്ക് എഴുതിയിരിക്കുന്ന വാക്ക് എന്നെ വളരെ സ്പർശിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആഴമായി സംസാരിക്കുന്നത്. സകലവും നിനക്ക് തരും. പിന്നീട് പറയാണ് മൂന്നാമത്തെ വാക്യത്തിൽ, നീ കാല് ചവിട്ടുന്നതും എന്താ പറഞ്ഞേ? ഞാൻ നിനക്ക് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സ്വർഗീയ സുവിശേഷവുമായിട്ട് നമുക്ക് പോവാം. നമ്മൾ എവിടെ നിന്നുകൊണ്ട് ഈ സുവിശേഷം പറഞ്ഞാലും ചിലപ്പോൾ ഉടനെ ആത്മാവിനെ കിട്ടിയത് വരികയില്ല. ചിലപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷം എന്തു പറയും? കർത്താവ് അവിടുന്ന് ആത്മാവിനെ തരും. എൻ്റെ ചർച്ച് എൽഡർ ഗ്രാമത്തിലുള്ള എന്നോടൊരു വാക്ക് പറഞ്ഞു, ബ്രദറെ, നമ്മൾ ഓരോ ഗ്രാമം കയറി ഈ സുവിശേഷം കൊടുത്തത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത്രയും ഒരു നല്ല കൂട്ടം സഭയിലേക്ക് വരുമെന്ന്. അത് എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ കൊടുത്ത് അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവിടെ നോക്കുകയും ദൈവാത്മാക്കളെ ഞങ്ങൾക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ 2 മിനിറ്റ് ഞാൻ കൂടുതലെടുത്താലും വളരെ ഗൗരവമായി ഞാൻ പറയട്ടെ, നാം ചെയ്യുന്ന യജ്ഞം വൃഥാവായി ഇത് സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൻ്റെ കാര്യം റോമാലേഖനം എങ്ങനെയാ പറഞ്ഞേ? ദിസ് വിൽ ബ്രേക്ക് റോക്ക് ഈവൻ ദ സ്റ്റോൺ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ് അൺടു സാൽവേഷൻ. എത്ര മനോഹരമായ നിലയിലാണ് പൗലോസ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇതൊരു ഡൈനാമിറ്റാണ്.
ഇത് പൊട്ടിക്കും. അതാ സുവിശേഷം. അത് ശരിയായി നാം പ്രാർത്ഥനയോടുകൂടെ കൊടുക്കുക. കർത്താവ് പ്രതിഫലം തരും. ചിലപ്പം ഉടനെ ലഭിച്ചെന്ന് വരില്ല, ചിലപ്പോൾ നിൻ്റെ ആയുസ്സിൽ നീ കണ്ടെന്നും വരില്ല. അടുത്ത ജനറേഷനിൽ കർത്താവ് തരും. അതുകൊണ്ട് ലജ്ജിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് പറയാം. ലോർഡ്, ഐ ആം റെഡി. ലോർഡ്, ഐ ആം റെഡി. കർത്താവേ, ഞാൻ തയ്യാറായിരിക്കുന്നു. പറയുമോ? ബുദ്ധിമുട്ടല്ലേ? പറയണം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പറയാം. കർത്താവെ, ഞാൻ സമ്പൂർണമായി റെഡിയായിരിക്കുന്നു. കാരണം എൻ്റെ കർത്താവിനോട് പറയാണ്, നീ എവിടെ കാല് ചവിട്ടിയോ അത് ഞാൻ നിനക്ക്. ആ വലിയ ദൃഢബോധത്തോടുകൂടെ ഈ സുവിശേഷം നമുക്ക് സംസാരിക്കാം, ഈ സുവിശേഷം നമുക്ക് കൊടുക്കാം. അതിനായി കർത്താവിനെയും എന്നെയും സഹായിക്കട്ടെ. വളരെ ഹാർഡായിട്ടുള്ളൊരു ജോലിയായിരുന്നു കേട്ടോ. നിരാശയുടെ മേലിൽ 10 നിരാശ വർദ്ധിപ്പിക്കുന്ന ഒരു ജോലിയായിരുന്നു. എങ്കിലും നീ ഇതിൻ്റെ അപ്പത്തെ എവിടേക്ക് എറിയാനാ പറഞ്ഞേ? വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഞാനിങ്ങനെ പറയാം, ഗിദെയോന് ദൈവം ഒരു മനോഹരമായ ദർശനം കൊടുത്തു. അപ്പം ഉരുണ്ടുരുണ്ട് മിദ്യാന്യരുടെ പാളയത്തെ തകർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും കഴിവൊന്നുമില്ല വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ സുവിശേഷം പറയാം. നമുക്ക് ഭാഷയില്ല, നമുക്ക് കഴിവില്ല. എന്നാൽ നമ്മൾ ഓരോ എന്താ ഞാനിങ്ങനെ തന്നെ പറയാം, നമ്മുടെ പച്ച മലയാളത്തിൽ പറയാം, ഒരു ദോശയാണ് നമ്മൾ, ഒരു ഗുണമില്ലാത്ത ഒരു ദോശയാണ്. പക്ഷെങ്കിൽ ഇത് മിദ്യാന്യരുടെ പാളയത്തെ അല്പമായ ഉപകരണം കർത്താവ് തൻ്റെ കയ്യിൽ എടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് വലിയവ ചെയ്യുവാൻ സാധിക്കും. ആ വലിയ കർത്താവിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. അവന് ഹല്ലേലൂയ പറയാം. അവന് സകല മഹത്വവും ബഹുമാനവും നമുക്ക് അർപ്പിക്കാം. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടും.